നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബൈബിൾ വായിക്കുമ്പോൾ ചരിത്രത്തിലെ സംഭവങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതൊരു ചരിത്ര പുസ്തകമായിട്ടാണ് പലപ്പോഴും പലരും വായിച്ചു വിടുന്നത്. ചരിത്ര സംഭവമായിട്ട് വായിച്ചു വിടുകയും ജാംബവാന്റെ കാലത്ത് അല്ലെങ്കിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് 6000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആ രാജ്യത്ത് നടന്ന ഒരു സംഭവം കണ്ടോ വായിച്ച് നമ്മൾ വിടുകയാണ്. പക്ഷെ അന്ന് എഴുതപ്പെട്ടത് എല്ലാ വചനങ്ങളും പ്രിയമുള്ളവരെ ഇന്ന് നമ്മളോട് ദൈവം സംസാരിക്കുക ആ വചനത്തിലൂടെയല്ല. അബ്രഹാത്തിലൂടെയും ഇസ്ഹാക്കിലൂടെയും യാക്കോബിലൂടെയും അബ്രഹാത്തിലൂടെയും അല്ലെങ്കിൽ മോസസിലൂടെയും ഏലിയാവിലൂടെയും പഴയ നിയമത്തിൽ കാണുന്ന എല്ലാവരിലൂടെയും പുതിയ നിയമത്തിൽ കാണുന്ന എല്ലാ വ്യക്തികളിലൂടെയും ദൈവം ഇന്ന് എന്നോട് ഈ കാലഘട്ടത്തിൽ സംസാരിക്കുക. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കണോ? നിങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിലോട്ടും അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്തോട്ട് നിങ്ങൾ ഓടിപ്പോകേണ്ട ആവശ്യമില്ല. മെസ്സേജ് എടുക്കുന്നവരുടെ അടുത്തോട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമായ ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഡയറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. അതിന് ഒരു എക്സ്പ്ലനേഷൻ്റെയും ആവശ്യമില്ല, വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. അതേതാ? ദൈവവചനം നിങ്ങൾ വായിച്ചാൽ മതി. നമുക്ക് ദൈവവചനം വായിച്ച് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് നമുക്ക് താല്പര്യമില്ല, നമുക്ക് പരിചയമില്ല, അതിനൊന്നും മെനക്കെടാൻ നമ്മൾ തയ്യാറല്ല. പിന്നെയോ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് അച്ഛനോട് പറയുക, അച്ഛ ഇന്ന മെസ്സേജ് എടുത്ത് പ്രാർത്ഥിച്ച് ഒരു മെസ്സേജ് എടുത്തേ, അല്ലെങ്കിൽ ഒരു ആത്മായ അവിടെ കൗൺസിലർ ആരെങ്കിലും കാണും, കൗൺസിലറുടെ അടുത്ത് ചെന്നിട്ട് പറയും ഒന്ന് പ്രാർത്ഥിച്ച് ഒരു മെസ്സേജ് പറഞ്ഞേ. അപ്പൊ അവരിലൂടെ അവര് പ്രാർത്ഥിച്ചിട്ട് ശിശു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് പറയുമ്പോൾ എഴുതപ്പെട്ട ദൈവവചനത്തെക്കാൾ വലിയ പ്രാധാന്യമാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. നമുക്കതാ ഇഷ്ടം. നമ്മുടെ വിഷയങ്ങൾക്ക് പറ്റിയ ആൻസർ ആരെങ്കിലും പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് എടുത്തു തരുന്നതാണ് നമുക്കിഷ്ടം. നമ്മൾ അതിലൊന്ന് സുഖിച്ച് നമ്മൾ അങ്ങോട്ട് പോകുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ദൈവം ബൈബിൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട്. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ആയിരിക്കണം, ഉണ്ടായിരിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ മലയാളം വായിക്കാൻ പഠിക്കുന്നതിന് മുൻപേ ആദ്യം പിള്ളേർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് ബൈബിളാണ്. വാങ്ങിച്ചു കൊടുത്തത്. കുഞ്ഞുങ്ങൾ ബൈബിളുമായിട്ടൊന്ന് ബന്ധപ്പെടട്ടെ. വായിക്കുന്നെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ വായിക്കേണ്ടത് ബൈബിളാണ്, വിശുദ്ധ ബൈബിളാണ്. ദൈവത്തിൻ്റെ വചനം വായിച്ച് പഠിക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനവുമായിട്ട് നല്ല ആഴപ്പെട്ട ബന്ധമുണ്ടാകണം. ദൈവവചനത്തിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്തു തന്നെയായാലും അത് പൈശാചിക ശക്തിയാണ്. നിങ്ങൾ വചനം എടുക്കാനോ വായിക്കാനോ പഠിക്കാനോ ധ്യാനിക്കാനോ പിശാച് ഒരിക്കലും സമ്മതിക്കുകയില്ല. കാരണം നീ ബൈബിൾ എടുക്കാൻ തുടങ്ങിയാൽ, വചനം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ ഗതി മാറും. നീ അപ്പാടെ നിന്റെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകും. പിശാചിനറിയാം. വിശുദ്ധ ജെറോം പറയുകയാണ്, ദൈവവചനത്തോടുള്ള അജ്ഞത യേശുവിനോടുള്ള അജ്ഞതയാണ് എന്ന്. ദൈവവചനത്തോടുള്ള അജ്ഞത യേശുക്രിസ്തുവിനോടുള്ള അജ്ഞതയാണ് എന്ന്. അപ്പൊ യേശുവിനെ നിങ്ങൾ ആഴത്തിൽ അറിയണം, അനുഭവിക്കണമെങ്കിൽ ദൈവവചനം നിങ്ങൾ വായിക്കണം, പഠിക്കണം, ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് യേശു ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യേശുവിലേക്ക് വരാൻ പറ്റും. നമുക്ക് യേശുവിനെ വാരി പുണരാൻ പറ്റും. യേശുവുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക്, ഒരു കൂട്ടായ്മയിലേക്ക് നമുക്ക് വളരാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ യേശുവുമായിട്ടുള്ള ബന്ധം എന്താ? ധ്യാനകേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ യേശുവായിട്ട് ബന്ധമുണ്ട്, പള്ളി വരുമ്പോൾ യേശുവായിട്ട് ബന്ധമുണ്ട്,
നമുക്ക് ആത്മീയ സ്ഥലത്ത് ചെല്ലുമ്പോൾ മാത്രമേ യേശുവായിട്ട് ബന്ധമുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ബന്ധമില്ല. പ്രിയമുള്ളവരെ, എപ്പോഴും എവരുടെ എനി ടൈം ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമുക്ക് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടണം. യേശുവുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിലേക്ക് ക്രിസ്തു അനുഭവം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യപ്പെടണം. എൻകൗണ്ടർ അനുഭവം നമുക്ക് വേണം. വ്യക്തിപരമായ ജീസസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുപോകുകയില്ല, പിന്നെ നിങ്ങൾ എങ്ങും ഓടിയല്ല. അതുകൊണ്ട് ദൈവവചനം നിങ്ങൾ വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ മടി, അലസത, അജ്ഞത ഇതെല്ലാം കൊണ്ടുവരുന്നത് തിന്മയാണ്, പിശാച. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ബൈബിള് 40 വർഷം മുമ്പ് സ്വന്തമാക്കിയ ബൈബിളായത്. മനസ്സിലായോ? 40 വർഷം മുമ്പ് അന്ന് വാങ്ങിയ ബൈബിളായത്. ഇപ്പോഴും ഈ ബൈബിള് എൻ്റെ കൂടെയുണ്ട്. എവിടെ പോകുമ്പോഴും ഞാനിത് കൂടെ കൊണ്ടുപോകും. കാരണം എന്നെ ഞാനാക്കി മാറ്റിയത് വിശുദ്ധ ബൈബിളാണ്. ഇതിലൂടെയാണ് എൻ്റെ യേശുവിലേക്ക്, പരിശുദ്ധ ത്രിത്വത്തിലേക്ക് ഞാൻ അടുത്തു വന്നത്. അവനുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ യാത്ര തുടർന്നത് എൻ്റെ 19-ാമത്തെ വയസ്സിൽ. ഇന്നത്തെ പിള്ളേരൊക്കെ അടിച്ച് പൊളിച്ച് നടക്കുന്ന ആ പ്രായത്തിൽ പാപത്തിൽ വീഴുന്നതിന് മുമ്പേ, വലിയ അശുദ്ധിയിലേക്കൊന്നും വീഴുന്നതിന് മുമ്പേ യേശു എന്നെ സ്വന്തമാക്കി, അല്ലെങ്കിൽ യേശുവിനെ ഞാൻ സ്വന്തമാക്കി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ജീവിതാനുഭവമാണ് നിങ്ങളുമായി